ജഡ്ജസ് അങ്ങനെ സൂപ്പർ സ്റ്റാർ സീനിയറിലെ 24 കണ്ടസ്റ്റന്റ്സിനെയും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പരിചയപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ സിഗ്നേച്ചർ റൗണ്ടും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ എന്താണ് 24 കണ്ടസ്റ്റന്റ്സിനെയും പരിചയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഷാനിക്ക പറയൂ. എനിക്ക് തോന്നുന്നു നമ്മൾ ജഡ്ജസ് ശരിക്കും പാടുപെടും എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള 24 കുട്ടികളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം പിന്നെ ഇവര് രണ്ടുപേരും എന്തായാലും കണ്ടിട്ടുണ്ട്. അതിന് മുന്നേ എനിക്കൊന്ന് രൂപേഷ് ഭായും റജിയും ആണ് ഇരുന്നെന്ന് തോന്നുന്നു. ഇവർക്ക് എല്ലാവർക്കും ഈ കണ്ടെത്തലുകൾക്ക് ഒരു വലിയൊരു ഹാറ്റ്സ് ഓഫ്. അമേസിംഗ് ഡിസ്കവറീസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്ന ഡിസ്കവറീസും തന്നെ ആയിരിക്കും ഇത്. നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് സ്മാർട്ടായിട്ട് സോങ്സ് ചൂസ് ചെയ്യുക. പിന്നെ പാട്ടെന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, പാട്ടിന്റെ സോൾ എന്താണ്, ഫാസ്റ്റ് ആണെങ്കിലും ശരി സ്ലോ ആണെങ്കിലും ശരി, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് സ്മാർട്ടായിട്ട് ഒരു പാട്ട് സെലക്ട് ചെയ്ത് ഇവിടെ വന്ന് അടിച്ച് പൊളിച്ചങ്ങ് പാടുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ 3 പെട്ടികൾ സർപ്രൈസുകൾ ഇനിയും ഒരുപാട് ഉണ്ടാവും. പിന്നെ നമ്മളെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന വേറൊരു കാര്യമുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുക. സ്പോട്ട് എലിമിനേഷൻ. അതായത് ആരെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ ബഹളം വെക്കുകയോ അലമ്പുണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ തൂക്കിയെടുത്ത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ അലമ്പണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാവാതെ ഇരിക്കട്ടെ അല്ലേ. അപ്പം ഗൈസ്, ഓൾ ദ വെരി ബെസ്റ്റ്. കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് വന്ന് പെർഫോം ചെയ്യുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. അടിച്ചു കൊടുക്കുക. ഇല്ല, ഞാൻ എൻ്റെ ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമുക്ക് ഓഡിഷന് ഇവരായിരുന്നു എന്നുള്ള ഒരു ചില കണ്ടസ്റ്റൻസിന് അതൊരു എനിക്ക് ഡൗട്ട് തോന്നി ഉള്ള കാര്യം പറയാറ്. പക്ഷെ ഇവരെല്ലാം ഈക്വലി ടാലൻറ്റഡ് ആണ്, അതിലൊരു ഡൗട്ടും ഇല്ല. പിന്നെ നല്ല പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം ക്ലാസിക്കൽ എടുത്തുകൊണ്ട് വരണമെന്നില്ല, നല്ല സോൾഫുള്ളായിട്ടുള്ള ആ റൗണ്ടിന് ചേർന്ന് നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റിയ പാട്ടുകൾ എടുത്തിട്ട് വരിക, ബ്യൂട്ടിഫുള്ളായിട്ട് പ്രസൻറ്റ് ചെയ്യുക. കാര്യം ഇവിടെ കിട്ടുന്ന ഒരു 5 മിനിറ്റേ ഉള്ളൂ. പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങളിരുന്ന് കമൻറ്റ് പറയുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു 5 മിനിറ്റ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരും. കാര്യം എല്ലാവരും കഴിവുള്ളവരാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പിക്ക് ചെയ്യത്തില്ലല്ലോ. തകർക്കണം. ഇനിയുള്ള ഓരോ പെർഫോമൻസും നിങ്ങൾ കലക്കണം. കൂളായിട്ട് ഇവിടെ വന്നിട്ട് സന്തോഷമായിട്ട് 5 മിനിറ്റ് പാടി ഞങ്ങളെ കൊണ്ട് എപ്പോഴും ഞങ്ങളെ എണീപ്പിച്ച് നിർത്തി ഈ പെട്ടിയൊക്കെ ഒന്ന് തുറപ്പിക്കും. അത് തുരുമ്പെടുത്തു ഇതുവരെ തുറന്നില്ല. ചാൻസ് ഇല്ല, എനിക്ക് കിട്ടിയില്ല. ഞാൻ ഈ പെട്ടിയും കൊണ്ട് നമ്പർ വരെ മറന്നു തുടങ്ങി. നമ്പർ മറന്നു. ഞാൻ അടുത്ത റൗണ്ടിൽ ഈ സംഗതി പെട്ടി നമ്മൾ തുറക്കണം. അത് നിങ്ങൾ വിചാരിച്ചാലേ പറ്റത്തുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം മുഴുവൻ നിങ്ങൾക്ക് ചെയ്തു തരും, ഉറപ്പാണ്. അതിൽ ഒരു ഡൗട്ടും ഇല്ല. പൈസ ഒഴിച്ച് ബാക്കി എന്ത് ചോദിച്ചാലും ഞങ്ങൾ ചെയ്തു തരും. എന്താ പറയാ, 24 പേര്. നിങ്ങൾ ഫാന്റാസ്റ്റിക് ആണ്. നിങ്ങൾ ശരിക്കും സൂപ്പർ സ്റ്റാർസ് ആണ് ഓൾറെഡി. ലോകമെമ്പാടുമുള്ള അമൃത ടിവിയുടെ പ്രേക്ഷകർ നിങ്ങളെ കണ്ടു കഴിഞ്ഞു, നിങ്ങളെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഞങ്ങളെ പോലെ തന്നെ വളരെ ആകാംക്ഷയോടുകൂടി അവരും കാത്തിരിക്കുകയാണ് നിങ്ങളുടെ നെക്സ്റ്റ് ലെവൽ പെർഫോമൻസസ്. അപ്പോൾ പുതിയ പുതിയ റൗണ്ടുകളാണ് നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത്, പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാട്ടുകൾ. അപ്പോൾ നിങ്ങൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരിക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ടുകൾ, ഇൻട്രസ്റ്റിംഗ് റൗണ്ടുകൾ, നിങ്ങളുടെ കഴിവ് മാക്സിമം തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ വേദിയിൽ വന്ന് പ്രസന്റ് ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യുക, ദൈവം ബാക്കി നോക്കിക്കോളും. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ സീനിയർ വൺസ് അഗൈൻ. താങ്ക് യു ചേച്ചി. അപ്പൊ എന്തായാലും സിഗ്നേച്ചർ റൗണ്ട് കഴിഞ്ഞു. ഒറ്റയ്ക്ക് വന്ന് അവരുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പാടിപ്പോയി. അടുത്തത് ഡുവറ്റ് ആയിട്ട് പാടാൻ പോവാണ്. അതും റൊമാൻറ്റിക് ഡുവറ്റ് സോങ്സ് ഒക്കെ വന്ന് പൊളിക്കാൻ പോവാണ് ഇനി. തകർക്കില്ലേ? ഓക്കെ, അപ്പൊ പ്രാക്ടീസ് ഒക്കെ ചെയ്തോളാം. അപ്പൊ എന്തായാലും ഈ 24 കണ്ടസ്റ്റൻസ് ആയിട്ട് നമ്മൾ അടുത്ത റൗണ്ടിൽ കാണാം. ഇനി നമ്മുടെ വലിയ അംഗത്തിന്റെ പോരാട്ടം തുടങ്ങാൻ പോവാണ്. സോ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് മീ പാർവതി സൈനിങ് ഓഫ് ഫ്രം സൂപ്പർ സ്റ്റാർ. Good night. Bye. Bye. Superstar.